ഹായ്, നമ്മൾ ഇന്നിവിടെ അടിപൊളി ഒരു പരിപ്പാടിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചെറിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ് പരിപ്പ് എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി ഊറ്റി വെച്ചിട്ടുണ്ട്. അതായത് നമ്മളിത് മിക്സിയിലിട്ട് ഒതുക്കി എടുക്കുമ്പോൾ ഒട്ടും വെള്ളം പാടില്ല. അതുകൊണ്ട് 2 ഗ്ലാസ് എടുക്കുക. അത് ഒതുക്കുന്നതിന് പിന്നെ അതിൽ നിന്ന് 2 സ്പൂണ് നമ്മൾ മാറ്റി വെക്കണം വേറൊരു പാത്രത്തിലേക്ക് ഒതുക്കാതെ. പിന്നെ ഇതിന് വേണ്ട സാധനം എല്ലാം ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ചുവന്നമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഞാനിവിടെ എടുത്തേക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇതാ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില നടുവേ ഞാൻ മുറിച്ചിട്ടേക്കാണ്. ഇത്രയും സാധനമാണ് നമുക്ക് പരിപ്പാടിക്ക് വേണ്ടത്. പരിപ്പാടിക്കുള്ള പരിപ്പ് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. അത് ചെറുതായിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം. പേസ്റ്റായിട്ട് അരിയത് ചെറുതായിട്ട് ഒതുക്കിയെടുക്കാവുള്ളൂ. ഞാൻ ഒതുക്കി എടുത്തിട്ട് വരട്ടെ. ഈ ഒരു പരുവത്തിലാണ് പരിപ്പാടിക്ക് അരയ്ക്കേണ്ടത്. അത് ഒതുക്കിയെടുക്കാവുള്ളൂ, വെള്ളം ഒട്ടും പാടില്ല. പരിപ്പടിക്കുള്ള ഇഞ്ചി ഇടുവാണേ. ഇഞ്ചി ഇട്ടു, ചുവന്നമുളക്, ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, കരിവേപ്പില, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് സ്പൂണും കൊണ്ട് മിക്സ് ചെയ്താൽ പറ്റില്ല, നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. ഇതിൽ നമ്മൾ എടുത്തു വെച്ച പരിപ്പ്, ഒതുക്കാത്ത പരിപ്പാണ്, മുഴുവൻ പരിപ്പ്. പരിപ്പടയൊക്കെയുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി പരിപ്പട ഉണ്ടാക്കാനുള്ള പാത്രം സ്റ്റൗവേൽ വെക്കാം. ഞാൻ പരിപ്പട ഉണ്ടാക്കാനുള്ള ചട്ടി അടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. പരിപ്പട ഉണ്ടാക്കുന്നവർക്ക് ഓയിൽ വേണേലും ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു രുചിയാണ്. പരിപ്പാടിക്കുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. പരിപ്പ് നമ്മൾ ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഇത് ഇങ്ങനെ ഉരുട്ടണം. ഇങ്ങനെ ഉരുട്ടിയിട്ട് ഈ ഉള്ളം കയ്യിൽ ഇങ്ങനെ വെക്കണം. വിരലുകൊണ്ട് അമർത്തരുത്, ഇങ്ങനെ അമർത്താവുള്ളൂ. ഇങ്ങനെ അമർത്തുമ്പോൾ ഈ സൈഡൊക്കെ നല്ല കട്ടി കുറഞ്ഞ് പരിപ്പുവടയുടെ സൈഡിൽ വരും. അതേപോലെ പരത്തി ഇടാൻ പോവാം ചട്ടിയിലേക്ക്. അതേപോലെ അടുപ്പിട്ട് കഴിയുമ്പോൾ നമ്മൾ പിന്നെ തീ ഒരു മീഡിയം രീതിയിലേക്ക് വെക്കണേ. അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളു വേവുമില്ല, പുറമേ വെന്തും പോവും, കരിഞ്ഞു പോവും. ഇതേപോലെ ചെറിയ തീയിൽ കൊടുക്കണം. ചെറിയ തീ മീഡിയം രീതിയിൽ കുറച്ച്. നമ്മുടെ പരിപ്പോടെ ഇതേപോലെ മൂത്തിട്ടുണ്ട്. ചട്ടിയിൽ നിന്ന് കോരി എടുക്കുക. അതേപോലെ മൂക്കണം. ഇതാണ് അതിൻ്റെ കണക്ക്. നമ്മുടെ പരിപ്പൊടി നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കട്ടൻ ചായയും പരിപ്പൊടി നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.